Hi all. അപ്പോൾ ഇന്ന് നമ്മൾ റാപ്പിഡ് റിവിഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നമ്പർ 8 ഗ്രാവിറ്റേഷൻ ആണ്. നമുക്കറിയാം ഗ്രാവിറ്റേഷൻ ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ് അല്ലേ? ഫിസിക്സിൽ ഏത് ചാപ്റ്ററാണ് സിമ്പിൾ അല്ലാത്തത്? അപ്പോൾ അതുപോലെ ഗ്രാവിറ്റേഷനും ഒരു സിമ്പിൾ ചാപ്റ്ററാണ്. കുറച്ച് കൺസെപ്റ്റുകൾ, കുറച്ച് ക്വസ്റ്റ്യൻസ്, അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. F12 is equal to F21. അതായത് ഫോഴ്സ് ആക്റ്റഡ് on the first body by the second body is equivalent to the force acted upon the second body by the first body. അപ്പോൾ അത് രണ്ട് ഈക്വൽ ആണ്. ഫസ്റ്റ് ബോഡിയിൽ സെക്കൻഡ് ബോഡി അട്രാക്ട് ചെയ്യുന്നതും സെക്കൻഡ് ബോഡിയിൽ ഫസ്റ്റ് ബോഡി അട്രാക്ട് ചെയ്യുന്നതും രണ്ടും സെയിം ആണ്. സോ F12 is equal to F21. കറക്റ്റ്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ മാസസ്. M1 ഇൻറ്റു M2ന് അത് പ്രപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഈ ഇൻവേഴ്സ് സ്ക്വയർ ലോ പാലിക്കുന്ന ഒരുപാട് ലോസിൽ ഒന്ന് മാത്രമാണ് നമ്മുടെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ. എഫ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/r². ഇതുപോലെ നമ്മൾ എവിടെയും കാണുന്നുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/4πε0 Q1 Q2/r². ഇവിടെ 1/4πε0 എന്ന കോൺസ്റ്റൻറ്റിന് പകരം ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ക്യാപിറ്റൽ G ആണ് വന്നിരിക്കുന്നത്. Now the value of G is equal to 6.67 into 10⁻⁻11 Newton meter square per kilogram square. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എല്ലാവർക്കും ക്ലിയർ ആണ്. F is equal to G M1 M2 divided by r². It is directly proportional to the product of the masses and inversely proportional to square of the distance between these two masses. Okay. Now point number 2. ഒരു മാസ് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുകയാണ്. നമ്മൾ എങ്ങനെ ആ മാസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് യു വിൽ ബി ഗെറ്റിംഗ് മാക്സിമം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മാക്സിമം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കിട്ടാൻ ഞാൻ ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അപ്പം നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾക്കൊരു ഒബ്ജക്റ്റിനെ കിട്ടി. നിങ്ങൾ ആ 1 എന്നുള്ള ഒരു ഓൾ നമ്പറിനെ നിങ്ങൾക്കത് എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം? ഏതർ യു ക്യാൻ മേക്ക് ഇറ്റ് ഹാഫ് ആൻഡ് ഹാഫ്, അല്ലെങ്കിൽ ഈ 1 കിട്ടാൻ എനിക്ക് 1/4 3/4 എടുക്കാം, ശരിയല്ലേ? അല്ലെങ്കിൽ എനിക്ക് 1/6 5/6 എടുക്കാം. ഇതിലേതാണ് ഏറ്റവും വലിയ പ്രോഡക്റ്റ്? ഹാഫ് ആക്കുമ്പോഴാണോ, അതോ 1/4 3/4 ആക്കുമ്പോഴാണോ, 1/6 5/6 ആക്കുമ്പോഴാണോ? ദർ ആർ പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻസ് അല്ലേ? ഇങ്ങനെ ഞാനൊരു ഒബ്ജക്റ്റിനെ മുറിക്കുമ്പോൾ എങ്ങനെ മുറിച്ചാലാണ് എനിക്ക് മാക്സിമം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കിട്ടുക? നമുക്കൊന്ന് ചെയ്തു നോക്കാം. യു നോ ദറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് ദ മാസസ്. അപ്പോൾ ഈ രണ്ടുപേരുടെയും പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹാഫ് ഇൻറ്റു ഹാഫ് അല്ലേ? അതെത്രയാണ്? 1/4. അതിൻ്റെ താഴെ 3/16. വീണ്ടും അതിൻ്റെ താഴെ 5/36. ഇതിലേതാണ് ഏറ്റവും വലുത്? നമുക്ക് ഇവരെല്ലാവരും ഒരു കോമൺ ടേമിൽ കൊണ്ടുവരണം, ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഏതെടുക്കാം? 64 പറ്റുമോ? ഓക്കെ, ആദ്യം 1/4 ആണോ 3/16 ആണോ വലുത്? 1/4 ഈസ് 4/16. സോ ഡെഫിനറ്റ്ലി 1/4 ഈസ് ഗ്രേറ്റർ ദാൻ 3/16. കാരണം 1/4 എന്ന് പറയുന്നത് എന്താണ്? 4/16 ആണ്. ഇനി 4/16 ആണോ വലുത്, 5/36 ആണോ വലുത്? 16 and 36. You know that 16. ഓക്കെ, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ തന്നെ 16 into 36. അപ്പോൾ ഇവിടെ നമുക്ക് 36 into 4 വരും. ഇപ്പുറത്ത് 36 into 16 divided by 36, 16 into 5 വരും. വിച്ച് ഈസ് ബിഗർ നമ്പർ? 24 to 144 ആണ് ഇവിടെ കിട്ടുന്നത്, 4/16. അതുപോലെ 038 ആണ് ഇപ്പുറത്ത് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും ഹാഫ് ആക്കുമ്പോഴാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാക്സിമം ആയിരിക്കുന്നത്. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റ്യൻ. ക്യാപിറ്റൽ എം ഈസ് സ്പ്ലിറ്റ് ഇൻ ടു സ്മോൾ എം ആൻഡ് ക്യാപിറ്റൽ എം മൈനസ് എം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് മാക്സിമം വെൻ സ്മോൾ എം ബൈ ക്യാപിറ്റൽ എം ഈസ് ഹാഫ്. നിങ്ങളൊരു ഒബ്ജക്റ്റിനെ ഹാഫായി സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് യു വിൽ ബി ഗെറ്റിംഗ് മാക്സിമം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ബിക്കോസ് അങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രൊഡക്റ്റ് ബിക്കംസ് ദ മാക്സിമം. ഓക്കെ, നൗ പോയിന്റ് നമ്പർ 3. വാട്ട് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? നിങ്ങൾക്ക് അറിയാം, സ്മോൾ ജി ഈസ് ഈക്വൽ ടു G/m/r², അല്ലെങ്കിൽ 4/3πr⍴g. ആ ഇക്വേഷൻ എന്തായാലും പഠിച്ചിരിക്കണം, നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷനാണ്. സ്മോൾ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G ക്യാപിറ്റൽ M/R², ഓർ 4/3πr⍴g. ശരിയല്ലേ? നമ്മൾ ഉള്ളിലോട്ട് പോകും തോറും സെൻറ്റർ ഓഫ് ദ എർത്തിലെത്തി. സെൻറ്റർ ഓഫ് ദ എർത്തിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0. കാരണം അവിടെ നിന്നാണ് എല്ലാത്തിനും പിടിച്ച് വലിക്കുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടെങ്കിലും ആക്സിലേറ്റിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. സോ ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ഈസ് 0. നൗ സ്മോൾ ജി ഈസ് ഈക്വൽ ടു G/m/r². അപ്പോൾ നമ്മൾ ഈ പെർസെൻറ്റേജ് ലോ കണ്ടുപിടിക്കാൻ നമ്മൾ ഏത് ചാപ്റ്റർ പഠിച്ചു? യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ്, അല്ലെങ്കിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചു. അവിടെ G ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ G m/r² എന്ന ഇക്വേഷൻ കിട്ടുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ∆G/G.
ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ. അതെത്രയാണ്? -2Δr/r. അതെങ്ങനെ വന്നത്? പവർ എന്താണോ അതിവിടെ എന്തായി മാറും? മൾട്ടിപ്പിൾ ആയിട്ട് മാറും. ഇവിടെ റേഡിയസ് എവിടെയുള്ളത്? റേഡിയസ് എവിടെയാണ്? ന്യൂമറേറ്ററിലാണോ ഡിനോമിനേറ്ററിലാണോ? ഡിനോമിനേറ്ററിലാണ്. അതുകൊണ്ടാണ് അവിടെ ആ നെഗറ്റീവ് സൈൻ വന്നത്. നൗ സെക്കൻഡ് തിങ്, ആ റേഡിയസിൻ്റെ പവർ 2 ആണ്. അതുകൊണ്ട് ആ 2 എന്തായി? ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് മാറി. സോ ΔG/g -2Δr/r. അങ്ങനെയെങ്കിൽ ഇത് നോക്കിയിട്ട് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ജി ആൻഡ് മാസ്? മാസ് ന്യൂമറേറ്ററിലാണ്, സോ ഇറ്റ് വിൽ ബി പോസിറ്റീവ്. പവർ 1 ആണ്, സോ മൾട്ടിപ്പിൾ ഈസ് 1. സോ ΔG/g =Δm/m. ഓക്കെ. നൗ നിങ്ങൾ നേരത്തെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചില്ലേ? G = 4/3πr(ρg) അല്ലേ? 4/3πr ക്യാപിറ്റൽ G. അപ്പോൾ അവിടെ നിങ്ങൾ ഡെൻസിറ്റിയും സ്മോൾ ജിയും തമ്മിലുള്ള റിലേഷൻ കണ്ടു. ΔG/g Δρ/ρ. കാരണം ന്യൂമറേറ്ററിലാണ്, മൾട്ടിപ്പിൾ 1 ആണ്. ഓക്കെ. Now next point. See, small g is 9.8 m/s² at the surface. ഓക്കെ. സർഫസിൽ 9.8 m/s² ആണ്. ഉള്ളിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും ഉള്ളിലെത്തി സെൻട്രലെത്തുമ്പോൾ ഇറ്റ് ഈസ് 0. ക്ലിയർ? Now next point. See, same body is dropped from different places having acceleration due to gravity g1 and g2 and same height. അതായത് ഒരേ ഹൈറ്റാണ്, സെയിം ഹൈറ്റാണ്. പക്ഷേ ഫോർ എക്സാമ്പിൾ 2 ഗ്രഹങ്ങൾ നമ്മൾ കൊണ്ടുപോയി, ഒന്ന് എർത്തിലും ഒന്ന് മറ്റൊരു പ്ലാനറ്റിലും, ഫോർ എക്സാമ്പിൾ ജൂപ്പിറ്റർ. അങ്ങനെ മറ്റൊരു പ്ലാനറ്റ് നമ്മൾ കൊണ്ടുപോയി, എന്നിട്ട് നമ്മൾ സെയിം ഹൈറ്റിൽ നിന്ന് നമ്മൾ താഴേക്ക് വിടുകയാണ്. ആൻഡ് ദേ ആർ ആസ്കിങ് യു ടു കാൽക്കുലേറ്റ് ദ വെലോസിറ്റി ആൻഡ് ദ ടൈം ടേക്കൺ. അവിടെ വെലോസിറ്റിയും ടൈം ടേക്കണാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം വാട്ട് ഈസ് ഇക്വേഷൻ ഫോർ വെലോസിറ്റി? v = √2gh. ശരിയല്ലേ? 1 ഡയമെൻഷനിൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷനാണ് v = √2gh. അപ്പോൾ അവിടെ ഹൈറ്റ് സെയിം ആണെങ്കിൽ വെലോസിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു g. അത് നമ്മൾ കൊണ്ടുപോയ പ്ലാനറ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഹൈറ്റ് സെയിം ആണെങ്കിൽ. ഓക്കെ. സോ v = √2gh എന്ന ഇക്വേഷൻ അന്ന് എനിക്ക് എന്ത് കിട്ടി? v = √g1/g2. ശരിയല്ലേ? ഇനി നെക്സ്റ്റ് വൺ, time. What is the relationship between time and that place? So you know that time t is equal to √2h/g, where h is the height of the object from the surface and g. ശരിയല്ലേ? നൗ t1/t2 is equal to √g2/g1. അപ്പോൾ നമ്മൾ അവിടെ കറക്റ്റ് ഓറിയൻറ്റഡ് ആയിരിക്കണം. ആദ്യത്തെ കാര്യം, ഇത് g മാറി പക്ഷേ ഹൈറ്റ് സെയിം ആണ്. സോ യു വിൽ ബി യൂസിങ് ദ ഇക്വേഷൻ v = √2gh, t = √2h/g. അപ്പോൾ പ്ലാനറ്റ് ഡിഫറൻ്റ് ആയതുകൊണ്ട് g വിൽ ചേഞ്ച് ബട്ട് ഹൈറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇനി അടുത്തത് എഫക്റ്റ് ഓഫ് ഹൈറ്റ്. അടുത്തൊരു ടോപ്പിക്കാണ് എഫക്റ്റ് ഓഫ് ഹൈറ്റ്. നമ്മൾ പഠിച്ച ഇക്വേഷനിൽ സ്മോൾ g ഈസ് ഈക്വൽ ടു gm/r² ആണ്. ശരിയല്ലേ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ g ഈസ് ഈക്വൽ ടു G M /r². ആ r ഇറ്റ് ക്യാൻ ബി less than the radius of the earth, it can be equal to the radius of the earth, and it can be more than the radius of the earth. അപ്പം റേഡിയസ് ഓഫ് ദ എർത്തിനേക്കാൾ കുറവിൽ എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? അറ്റ് ദ സർഫസ് വാട്ട് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആൻഡ് എബോവ് ദ സർഫസ് വാട്ട് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് വൺ, GH അറ്റ് എ ഹൈറ്റ് h വാട്ട് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, വിച്ച് ഈസ് ഈക്വൽ ടു GM / ഇവിടെ എന്തായി? r ഈസ് ഗ്രേറ്റർ ദാൻ r, കാരണം അറ്റ് എ ഹൈറ്റ് h അല്ലേ. സോ എനിക്ക് എന്ത് എഴുതാം? R + h എന്ന് മാറി. ശരിയല്ലേ? സോ ഇക്വേഷൻ അറ്റ് എ ഹൈറ്റ് h GH ഈസ് ഈക്വൽ ടു G M / r + h². പക്ഷേ യു ഓൾറെഡി നോ ദാറ്റ് സ്മോൾ g ഈസ് ഈക്വൽ ടു GM / r². അപ്പോൾ അതിനകത്തുനിന്ന് യു ക്യാൻ റൈറ്റ് G M ഈസ് ഈക്വൽ ടു സ്മോൾ g r². ശരിയല്ലേ? സോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് GM ഐ വിൽ ബി റൈറ്റിംഗ് സ്മോൾ g r². ഓക്കെ. നൗ gr² / r + h². ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഐ വിൽ ടേക്ക് r² കോമൺ ഔട്ട് സൈഡ്. സോ gr² / r² ഇൻറ്റു 1 + h/r². ശരിയല്ലേ? അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ ഇക്വേഷൻ. GH ഈസ് ഈക്വൽ ടു g / 1 + h/r². ഓക്കെ. ഇനി നമ്മൾ സ്ഥിരം കണ്ടിരിക്കുന്ന ഇക്വേഷൻ പക്ഷേ എന്തല്ല, GH ഈസ് ഈക്വൽ ടു 1 - 2h/r. ഈ ഇക്വേഷനാണ് നമ്മളെപ്പോഴും കണ്ടിരിക്കുന്നത്. റീസൺ, ഫോർ വെരി സ്മോൾ ഹൈറ്റ്, യു നോ ദാറ്റ് നമ്മൾ പറയുന്ന ഹൈറ്റ് 10 മീറ്റർ 100 മീറ്റർ ഇതൊക്കെ ആയിരിക്കും. ബട്ട് യു ആർ കമ്പയറിങ് ദാറ്റ് വിത്ത് ദ റേഡിയസ് ഓഫ് ദ എർത്ത് വിച്ച് ഈസ് വെരി ലാർജ്. അപ്പോൾ അങ്ങനെ ഹൈറ്റ് വളരെ ചെറുതാകുമ്പോൾ വിൽ ബി യൂസിങ് ദ ഇക്വേഷൻ GH ഈസ് ഈക്വൽ ടു g × 1 - 2h/r.
by mathematical expression, you will convert that 1 plus h by r the whole square. അതെന്തായിട്ട് മാറും? ആദ്യം 1 plus h by r the whole square മുകളിലേക്ക് പോകും. അപ്പോൾ അതെന്താവും? g into 1 plus h by r the whole raised to minus 2. For very small height, you will multiply with that and you will get 1 minus 2h by r. ശരിയല്ലേ? അപ്പോൾ ഹൈറ്റ്, when the height is comparable with the radius of the earth, അതായത് if you are getting it as r by 2, r by 3 or r by 4, you should use the equation gh is equal to g divided by 1 plus h by r the whole square. There is no doubt. But when height is very small when compared to the radius of the earth, you should use the equation gh is equal to g into 1 minus 2h by r. Okay അല്ലേ? Okay. Now, effect of depth, gd is equal to g into 1 minus d by r. Okay. അത് അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. r by 2 ആയിരിക്കുമ്പോൾ g dash is equal to g by 2, 3r by 4 ആണെങ്കിൽ g dash is equal to g by 4. Now, what is gravitational field? എന്താണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഫീൽഡുണ്ട്, ഫോഴ്സ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഫീൽഡുണ്ട്, ഫോഴ്സ് ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. എന്താണ് ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം? ഫീൽഡ് ക്രിയേറ്റഡ് ആകാൻ അവിടെ 2 പേര് വേണ്ട, ഒറ്റയാൾ മതി ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ. ശരിയല്ലേ? ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ കൺസിഡറിങ് ദിസ് പെൻ ആൻഡ് ദിസ് ഇസ് എ സെൻറ്റർ ഓഫ് മാസ് or what I can say, the point where the mass is concentrated in this pen. So definitely this pen will be having a gravitational field. ഇതിന് ചുറ്റും ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ടാവും. ശരിയല്ലേ? അതുപോലെ എർത്തിന് ചുറ്റും ഒരു വലിയ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്. ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൺട്രോൾ ചെയ്യുന്ന ആര് മാത്രമാണ്? ഈ മാസ് മാത്രമാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് കൺട്രോൾ ചെയ്യുന്നത്. ശരിയല്ലേ? ആൻഡ് ദി ഇക്വേഷൻ ഫോർ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈസ് gm divided by r square. So it is directly proportional to that mass and it is inversely proportional to the square of the distance to the point under consideration. ഇപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, ഈ പോയിന്റിലുള്ള, ഈ ഒരു സർട്ടൻ പോയിന്റിലുള്ള ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എത്രയാണ്? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ പോയിന്റിൽ നിന്ന്, ആ സെൻറ്റർ എന്ന പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ മെഷർ ചെയ്യും. ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by r square. ഓക്കെ, സോ ഇറ്റ് ഈസ് സിമ്പിൾ. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. നൗ വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഫീൽഡ് എന്ന് പറയുന്നതും ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് സെയിം ആണ് കേട്ടോ. ദർ ഷുഡ് നോട്ട് ബി എനി ഡൗട്ട് ദർ. ഓക്കെ, അപ്പോൾ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു മാസ് മതി. ഇനി ആ ഫീൽഡിലേക്ക് മറ്റൊരു മാസ് കടന്നു വരുമ്പോൾ ബോത്ത് ഓഫ് ദം വിൽ ബി എക്സ്പീരിയൻസിങ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫീൽഡ് gm by r square. ഈ gm by r square എന്ന ഫീൽഡിലേക്ക് മറ്റൊരു മാസായ സ്മോൾ m കടന്നു വരികയാണ്. ഓക്കെ, at that time you will be experiencing, both those masses will be experiencing a force which is equal to g capital M small m divided by r square. ഓക്കെ, അപ്പോൾ ആദ്യം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ ഒരൊറ്റ മാസ് മതി. നൗ ആ ഫീൽഡിലേക്ക് മറ്റൊരു മാസ് എൻ്റർ ചെയ്യുമ്പോൾ ബോത്ത് ഓഫ് ദം വിൽ ബി എക്സ്പീരിയൻസിങ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് which is directly proportional to the product of the masses and inversely proportional to square of the distance between them. ഓക്കെ അല്ലേ? സിമ്പിൾ. ഓക്കെ, നൗ നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ? gm divided by r square. കാരണം അത് ഒരൊറ്റ ആൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫീൽഡാണ്, ഒരാൾക്ക് മാത്രമേ ഇതിൽ റോളുള്ളൂ. സോ ദി ഇക്വേഷൻ ഇസ് gm divided by r square. ഇനി സോളിഡ് സ്ഫിയറിനും ഹോളോ സ്ഫിയറിനും അതെങ്ങനെയാണ് വേരി ചെയ്യുന്നത് നമുക്ക് നോക്കാം. gm by r square, when the radius is more than the surface of the earth, when the distance is more than the radius of the earth, that means when small r is greater than capital R, equation no doubt g capital M divided by small r square. ഇപ്പുറത്തും അതുപോലെ ഹോളോ സ്ഫിയറിനും g capital M divided by small r square. ഇനി at the surface of the earth, what is the distance? It is the radius of the earth itself. So capital G capital M divided by r square. അവിടെ അതുപോലെ capital G capital M divided by r square. ഇനി ലെസ് ദാൻ ആർ ആയപ്പോൾ എന്താണ് പറ്റിയത്? ലെസ് ദാൻ ആർ ആയപ്പോൾ ദി ഇക്വേഷൻ ചേഞ്ച്ഡ് ഇൻ ടു ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ ക്യൂബ് ഇൻറ്റു സ്മോൾ ആർ. അവിടെ ഇക്വേഷൻ മാറി. പക്ഷേ ഹോളോസ്ഫിയറിൻ്റെ അകത്ത്, അതായത് സർഫസ് വിട്ട് അകത്തെത്തി കഴിഞ്ഞാൽ ദ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഈസ് സീറോ. ടു ബി നോട്ടഡ്, ഹോളോസ്ഫിയറിൻ്റെ അകത്തെത്തി കഴിയുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഈസ് സീറോ. പക്ഷേ സോളിഡ് സ്ഫിയറിൻ്റെ അകത്ത് എന്തുണ്ട്? സ്റ്റിൽ യു ആർ ഹാവിങ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. സി അറ്റ് എ പോയിന്റ് where the distance is more than the radius of the earth, it is directly proportional to the mass.
ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് അല്ലേ, ജി എം ഡിവൈഡഡ് ബൈ സ്മോൾ ആർ സ്ക്വയർ. അതുപോലെ അറ്റ് ദ സർഫസ് ആകുമ്പോൾ ജി എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. പക്ഷേ അകത്തോട്ട് പോകുമ്പോൾ അതിന് മാറ്റം സംഭവിച്ചു. എന്തുകൊണ്ടാണ്? കാരണം അവിടെ മാസ് കുറഞ്ഞു, ശരിയല്ലേ, അവിടെ റേഡിയസ് കുറഞ്ഞു. കാരണം അകത്തെ ഒരു പോയിൻ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ നോട്ട് ബി ആസ് ദ പ്രീവിയസ് ഇക്വേഷൻസ്. നൗ യുവർ ന്യൂ ഇക്വേഷൻ ഈസ് ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ഇൻറ്റു സ്മോൾ ആർ. ഇനി അതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഹോളോസ്ഫിയറിൽ നമുക്കറിയാം അകത്തെ ഒരു പോയിന്റിൽ എന്തില്ല, അവിടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡേ ഇല്ല. സോ ഫീൽഡ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദ സർഫസ്. അത് നമുക്ക് ഇറ്റ് ഈസ് എവിഡൻറ്റ് ഫ്രം ദിസ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇവിടെ ദ ഗ്രാഫ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ, ശരിയല്ലേ. പക്ഷേ സോളിഡ് സ്ഫിയറിന് ഉള്ളിൽ എന്തുണ്ട്? വി ഹാവ് ഗോട്ട് ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റി വിത്തിൻ ദ സ്ഫിയർ ഓൾസോ ആൻഡ് ദാറ്റ് ഇൻറ്റൻസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു ദ റേഡിയസ്. അതുകൊണ്ടാണ് അകത്ത് എന്തായിരിക്കുന്നത്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുന്നത്. ബിക്കോസ് ദ ഗ്രാവിറ്റേഷൻ ആക്സിലേഷൻ ഡ്യൂ ടു ബിക്കോസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഗ്രാവിറ്റേഷൻ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ അറ്റ് എ പോയിൻറ്റ് ഇൻസൈഡ് ദ സ്ഫിയർ ഫോർ എ സോളിഡ് സ്ഫിയർ. ഓക്കെ, നൗ വാട്ട് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് ഫീൽഡും ഫോഴ്സും ആണ്. ഫീൽഡ് എന്ന് പറയുന്ന ഏതൊരു മാസും അതിന് ചുറ്റും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു വലയം, അതിനെയാണ് നമ്മൾ ഈ ഫീൽഡ് എന്ന് പറയുന്നത്. ആ ഫീൽഡിലേക്ക് മറ്റൊരു മാസ് എൻ്റർ ചെയ്യുമ്പോഴാണ് ബോത്ത് ഓഫ് ദം വിൽ ബി എക്സ്പീരിയൻസിങ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇത് എവിടെയും അപ്ലിക്കബിൾ ആണ്. സെയിം തിങ് ഈസ് അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓൾസോ, റൈറ്റ്? നൗ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. എന്താണ് പൊട്ടൻഷ്യൽ? പൊട്ടൻഷ്യൽ എന്ന് പറയുന്നതും ഏകദേശം എന്തുപോലെ തന്നെയാണ്? ഫീൽഡ് പോലെ തന്നെയാണ്. ഒരൊറ്റ വ്യത്യാസം, ഫീൽഡ് വാസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. ഹിയർ പൊട്ടൻഷ്യൽ ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ്. ആ സ്ക്വയർ ഇവിടെ ഇല്ല. ഓക്കെ, പൊട്ടൻഷ്യൽ ഉണ്ടാക്കാനും ഒരു മാസ് മതി, പക്ഷേ പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാകാൻ 2 മാസ് വേണം. ഓക്കെ അല്ലേ? സോ വാട്ട് വിൽ ബി ദി ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ? ഇറ്റ് ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു മൈനസ് ജി എം ബൈ ആർ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? ജി എം എം ബൈ ആർ. കാരണം 2 മാസ് വേണം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാക്കാൻ. 1 മാസ് മതി പൊട്ടൻഷ്യൽ ഉണ്ടാക്കാൻ. ഒരൊറ്റ ആൾ മതി ഫീൽഡ് ഉണ്ടാക്കാൻ. പക്ഷേ 2 പേര് വേണം ഫോഴ്സ് ഉണ്ടാക്കാൻ. സോ ഇറ്റ് ഈസ് ക്ലിയർ. ജി എം ബൈ ആർ സ്ക്വയർ എന്താണ്? ഫീൽഡ്. ജി എം വൺ എം ടു ബൈ ആർ സ്ക്വയർ എന്താണ്? ഫോഴ്സ്. നൗ നെക്സ്റ്റ് തിങ്, വാട്ട് ഈസ് പൊട്ടൻഷ്യൽ? ജി എം ബൈ ആർ. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ എനർജി? ജി എം വൺ എം ടു ബൈ ആർ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നൗ അഗെയിൻ ദി ഇക്വേഷൻസ്. നേരത്തെ പോലെ തന്നെ ഇക്വേഷൻസ് എന്താണ്? ആദ്യം നമുക്ക് ഹോളോസ്ഫിയർ പഠിക്കാം. പുറത്തെ പോയിൻ്റ് ആണെങ്കിൽ നമ്മൾ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇക്വേഷനിൽ എന്താണോ ആ സെയിം കാര്യം തന്നെയാണ് ഏതൊരു പോയിൻ്റ് ഔട്ട്സൈഡ് ദ സ്ഫിയർ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ സർഫസ്. ഇറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രപ്പോർഷണൽ, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദാറ്റ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താണ്? മൈനസ് ജി എം ബൈ ആർ. ഇത് ഔട്ട്സൈഡ് എ പോയിൻ്റ് ആയതുകൊണ്ട് യു വിൽ ബി റൈറ്റിംഗ് സ്മോൾ ആർ. നൗ വെൻ യു കം ടു ദ സർഫസ് ഇറ്റ് വിൽ ബിക്കം മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ. ഇനി അകത്ത പോയിന്റ് എത്തുമ്പോൾ ആർക്ക് വ്യത്യാസമില്ല, ഹോളോസ്ഫിയറിന് വ്യത്യാസമില്ല. ഇറ്റ് ഈസ് സ്റ്റിൽ മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ. അപ്പോൾ അങ്ങനെയെങ്കിൽ സെൻട്രൽ എത്തുമ്പോഴോ ഈവൻ ദർ ഇറ്റ് ഈസ് സ്റ്റിൽ മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ. പക്ഷേ വാട്ട് വാസ് ദ ഫീൽഡ് ഫോർ എ ഹോളോസ്ഫിയർ? ഫീൽഡ് ഇറ്റ് വാസ് 0 ഇൻസൈഡ് ദ സ്ഫിയർ. ഇറ്റ് വാസ് 0 അറ്റ് ദ സെൻറ്റർ. ബട്ട് ഹിയർ ദ പൊട്ടൻഷ്യൽ ഈസ് നോട്ട് 0. ദ പൊട്ടൻഷ്യൽ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഹോളോസ്ഫിയർ അറ്റ് ദ സർഫസ്. അപ്പോൾ സർഫസിലെ പൊട്ടൻഷ്യൽ എന്താണോ അത് തന്നെയാണ് അറ്റ് എ പോയിന്റ് ഇൻസൈഡ് ആൻഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്ഫിയർ. ആൻഡ് ലൈക്വൈസ് ദ ഇക്വേഷൻ ഫോർ സോളിഡ് സ്ഫിയർ അത് അഗെയിൻ ഇവിടെ എന്താവുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് മൈനസ് ജി എം ബൈ സ്മോൾ ആർ ഔട്ട്സൈഡ് ദ പോയിന്റ്, മൈനസ് ജി എം ബൈ ക്യാപിറ്റൽ ആർ അറ്റ് ദ സർഫസ്, മൈനസ് ജി എം ബൈ 2 ആർ ക്യൂബ് ഇൻറ്റു 3 ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ഫോർ എനി പോയിന്റ് ഇൻസൈഡ് ദ സ്ഫിയർ. ആൻഡ് ഇറ്റ് ഈസ് മൈനസ് 3/2 ജി എം ബൈ ക്യാപിറ്റൽ ആർ അറ്റ് ദ സെൻറ്റർ. ഓക്കെ, അപ്പോൾ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ശരിയല്ലേ? സിമ്പിൾ അല്ലേ? ആണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം ഓർത്താൽ മതി. ഫീൽഡ് ഉണ്ടെങ്കിൽ മറ്റൊരു മാസ് അങ്ങോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ബോത്ത് ഓഫ് ദം വിൽ ബി എക്സ്പീരിയൻസിങ് ഫോഴ്സ്. പൊട്ടൻഷ്യൽ ഉണ്ടോ? മറ്റൊരു മാസ് ആ പൊട്ടൻഷ്യലേക്ക് കയറുമ്പോൾ ബോത്ത് ഓഫ് ദം വിൽ ബി ഗെയിനിങ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, സിമ്പിൾ. നൗ വാട്ട് ഈസ് ദിസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇതാണ് പൊട്ടൻഷ്യൽ, മൈനസ് ജി എം ബൈ സ്മോൾ ആർ. ആ പൊട്ടൻഷ്യലേക്ക് ഒരു സ്മോൾ മാസ് സ്മോൾ എം വന്ന് കടന്നു ചേരുമ്പോൾ ബോത്ത് ഓഫ് ദം വിൽ ബി അക്വയറിംഗ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ജി എം എം ബൈ സ്മോൾ ആർ. It was at a point outside the surface. Now at the surface the equation will be minus g capital M small m by capital R.
ശരിയല്ലേ? പക്ഷേ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു G is equal to gm by r square. Correct? So instead of gm I will write gr square. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ gr square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. r gets cancelled. So again my equation is mgr. ഓക്കെ, ഇത് എർത്തിൻ്റെ കേസിലാണ് കേട്ടോ, mgr. Now what is delta u? അത് ചേഞ്ചാണ്, ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് വർക്ക് ഡൺ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കുന്നത്? ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ശരിയല്ലേ? ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനിഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, സി വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി? മൈനസ് gm by r. വാട്ട് ഈസ് ദ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി? മൈനസ് gm by r2. കാരണം r1 എന്ന പോയിന്റിൽ നിന്ന് ഞാൻ r2 എന്ന പോയിന്റിലേക്ക് കൊണ്ടുപോവാണ്. So this is the final potential energy minus what is initial potential energy? gmm by r1. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഐ വിൽ ബി ഗെറ്റിംഗ് ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ ടു ബ്രിങ് എ ബോഡി ഫ്രം പോയിൻറ്റ് 1 to point 2. സോ ഏത് കേസാണെങ്കിലും വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇറ്റ് ക്യാൻ ബി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി, ഇറ്റ് ക്യാൻ ബി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, ഓർ ഇറ്റ് ക്യാൻ ബി എനി എനർജി. it can be mechanical energy, it can be any energy. But the point is, the change in potential energy is equal to the work done to bring an object or to raise an object from point A to point B, or from the initial point to the final point. അപ്പോൾ ഇവിടെ final point ഏതാണ്? മൈനസ് gmm by r2. Now what is the initial point? Minus gmm by r1. So final minus initial, you will be getting gmm by r1 minus gmm by r2. എന്ത് കോമൺ ആയിട്ട് എടുക്കാം? gmm കോമൺ ആണ്. സോ g ക്യാപിറ്റൽ എം സ്മോൾ എം ഇൻറ്റു 1/r1 മൈനസ് 1/r2. അങ്ങനെയാണ് യു ആർ ഗെറ്റിംഗ് ദിസ് ഇക്വേഷൻ. കറക്റ്റ്, സിമ്പിൾ ആണ് ഗ്രാവിറ്റേഷൻ. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു gmm ഡിവൈഡഡ് ബൈ എന്താണത്? r പ്ലസ് എച്ച് എന്നൊക്കെ. അവിടെ ഫസ്റ്റ് പോയിന്റിന് നമ്മൾ r പ്ലസ് എച്ച് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമ്മൾ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, you will be considering initially the object at the surface of the earth, and later you are raising that object to a height h from the surface of the earth. So what is the initial height? Capital R, which is the radius of the earth. What is the final height? R plus h, because now the object is raised a distance of h meters from the surface of the earth. Correct? So you have got a final potential energy, you have got the initial potential energy. When you subtract that, you will be getting the work done. Correct? Okay, so the equation is, ഇത് ഫൈനൽ ഇക്വേഷൻ ആണ് കേട്ടോ. ജി ക്യാപിറ്റൽ എം സ്മോൾ എം എച്ച് ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ആർ പ്ലസ് എച്ച്. അപ്പോൾ ഇവിടെ എന്തായാലും എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും? ആ ക്യാപിറ്റൽ ജി എമ്മിന് സ്മോൾ ജി ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ താഴത്തെ ആറുമായിട്ട് അത് കട്ട് ചെയ്ത് പോയി. സോ യു ആർ ഗെറ്റിംഗ് ജി ക്യാപിറ്റൽ ആർ എച്ച് ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച്. അത് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് എം ജി എച്ച് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ. അതെന്തായാലും നിങ്ങൾ മനസ്സിൽ വെക്കുക, എം ജി എച്ച് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ. ഇറ്റ് ഈസ് എ ഫൈനൽ ഇക്വേഷൻ. കറക്റ്റ്. Now again, change in gravitational potential energy. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഇതിനെ റേസ് ചെയ്യാണ്. റേസ് ചെയ്തിട്ട് ഞാൻ വിട്ടാലോ അത് താഴേക്ക് വീഴും. എന്തുകൊണ്ടാണ് താഴേക്ക് വീഴുന്നത്? ദ ടെൻഡൻസി ഓഫ് എനി ഓബ്ജക്റ്റ് ഈസ് ടു കം ഫ്രം ഹയർ പൊട്ടൻഷ്യൽ എനർജി ടു ലോവർ പൊട്ടൻഷ്യൽ എനർജി. ശരിയല്ലേ? നിങ്ങൾ സർഫസിൽ വെക്കുകയാണെങ്കിൽ അത് വീണ്ടും താഴേക്ക് പോവോ? ഇല്ല. പക്ഷെ ഞാൻ ഇവിടെ ഈ പെന്ന് വെക്കുകയാണ്, ഞാൻ കൈയെടുത്തു, ഇറ്റ് വിൽ ബി ഡ്രോപ്പിംഗ് ഡൗൺ. കാരണം എന്താ? See, the tendency of this object is to come down because it wants to lower its energy. Only then it will become more stable. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും ഞാൻ മേലെ നിന്ന് കൈ എടുക്കുകയാണെങ്കിൽ അത് താഴേക്ക് വീഴും. ബിക്കോസ് ദ ടെൻഡൻസി ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് ടു കം ഡൗൺ. കാരണം താഴെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കുറവാണ്, ഇവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി കൂടുതലാണ്. അപ്പോൾ താഴേക്ക് വരുന്തോറും ദ ഒബ്ജക്റ്റ് ഈസ് ബിക്കമിങ് മോർ സ്റ്റേബിൾ. ഓക്കെ അല്ലേ? സോ ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, മൈനസ് gmm ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഓക്കെ, നമ്മൾ ചാപ്റ്റർ തീരാൻ പോവാണ്. ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷൻ എന്താ? ഓർബിറ്റൽ വെലോസിറ്റി v0 ഈസ് ഈക്വൽ ടു റൂട്ട് gm ബൈ ആർ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുപോലെ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ഇറ്റ് എസ് റൂട്ട് ജി ആർ, സ്മോൾ ജി ക്യാപിറ്റൽ ആർ. എസ്കേപ്പ് വെലോസിറ്റി എന്താണ്? റൂട്ട് 2gm ബൈ ആർ. ഓക്കെ, റൂട്ട് 2gm ബൈ ആർ. റൂട്ട് 2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി ആണ് എസ്കേപ്പ് വെലോസിറ്റി. എന്താണ് ശരിക്കും എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? എർത്തിൻ്റെ ഫീൽഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ട വെലോസിറ്റി, അതാണെന്ത്? എസ്കേപ്പ് വെലോസിറ്റി. റൈറ്റ്. നൗ വാട്ട് ഈസ് ദ ടൈം പീരീഡ് ഓഫ് എ സാറ്റലൈറ്റ്? അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ ഓർത്ത്, ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. ടി ഈസ് ഈക്വൽ ടു 2π റൂട്ട് ഓഫ് r³ ബൈ gm.
ടി ഈക്വൽ ടു 2 പൈ റൂട്ട് ഓഫ് ആർ ക്യൂബ് ബൈ ജി എം. സിമ്പിൾ ഇക്വേഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കാം, ടി സ്ക്വയർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ്. ടി സ്ക്വയർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ്. നൗ എനർജി ഓഫ് എ സാറ്റലൈറ്റ്. ഓക്കെ, എനർജി ഓഫ് എ സാറ്റലൈറ്റ്. എനിക്കറിയാം ഒരു സാറ്റലൈറ്റിന് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ടോട്ടൽ എനർജി ഉണ്ട്. ഏതൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും അതിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് യു വിൽ ബി ഗെറ്റിംഗ് ദ ടോട്ടൽ എനർജി. അപ്പോൾ അതുപോലെ ഒരു സാറ്റലൈറ്റിൻ്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ജി എം ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ 2r. പൊട്ടൻഷ്യൽ എനർജി ഈസ് minus g capital M small m divided by r, and total energy is, add both, you will be getting minus g capital M small m divided by 2r. എന്തുകൊണ്ടാണ് ഒരു സാറ്റലൈറ്റിൻ്റെ ടോട്ടൽ എനർജി മൈനസ് ജി ക്യാപിറ്റൽ എം സ്മോൾ എം ബൈ 2r ആവുന്നത്? കാരണം ദാറ്റ് സാറ്റലൈറ്റ് ഈസ് ബൗണ്ടഡ് ടു ദ ഗ്രാവിറ്റി ഓർ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓഫ് ദാറ്റ് പ്ലാനറ്റ്. ശരിയല്ല? ഞാൻ എർത്തിന് ചുറ്റും ഒരു സാറ്റലൈറ്റിന് വിടുകയാണെങ്കിൽ ശരിക്കും ആ സാറ്റലൈറ്റ് എന്താണ് സംഭവിച്ചത്? ആ സാറ്റലൈറ്റ് ഈസ് ബൗണ്ടഡ് നൗ, ഇറ്റ് ഈസ് ബൗണ്ടഡ് ടു എർത്ത്. ആ സാറ്റലൈറ്റിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ശരിയല്ലേ? അങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ എന്നെ സമ്മതിക്കാത്ത ഏതൊരു എനർജിയും എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് ദ സാറ്റലൈറ്റ് ഇസ് നെഗറ്റീവ്. ടോട്ടൽ എനർജി പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ പോയി, അയാൾ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിൽ നിന്ന് പോയി. ഓക്കെ ഓക്കെ അഗെയിൻ അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പഠിച്ചിരിക്കുന്നതിൽ ഒരു സാറ്റലൈറ്റിൻ്റെ എനർജിയിൽ ആകെ പോസിറ്റീവായിട്ടുള്ള എനർജി ഏതാണ്? കൈനറ്റിക് എനർജി മാത്രമാണ്. ഓക്കെ, കൈനറ്റിക് എനർജി ഈസ് പോസിറ്റീവ്, ടോട്ടൽ എനർജി ഈസ് നെഗറ്റീവ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി ബട്ട് ദേ ആർ ഓപ്പോസിറ്റ് ഇൻ മാഗ്നിറ്റ്യൂഡ്. കൈനറ്റിക് എനർജി പോസിറ്റീവ് ആണ്, ടോട്ടൽ എനർജി നെഗറ്റീവ് ആണ്. കൈനറ്റിക് എനർജി കണ്ടോ മൈനസ് ജി എം എം ബൈ 2r ആണ്, ടോട്ടൽ എനർജി മൈനസ് ജി എം എം ബൈ 2r ആണ്. ഓക്കെ, ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡബിൾ കൈനറ്റിക് എനർജി. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഡബിൾ ടോട്ടൽ എനർജി. ശരിയല്ലേ? സൈൻ മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, നൗ അഗെയിൻ സം ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്. ഇത് എവിടെ ഉപയോഗിക്കണം? ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന കുറച്ച് ഫോർമുലാസ് ആണ്. വി ഇൻസ്റ്റൻറ്റേനിയസ്, എസ്കേപ്പ് വെലോസിറ്റിയിലും കൂടിയൊരു വെലോസിറ്റിയിൽ ഞാനൊരു ഒബ്ജക്റ്റിനെ പുറത്തേക്ക് എറിയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എസ്കേപ്പിംഗ് ദ പ്ലാനറ്റ്സ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. അങ്ങനെ പോകുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് വി ഇൻസ്റ്റൻറ്റേനിയസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി സ്ക്വയർ മൈനസ് വി ഇ സ്ക്വയർ. എറിഞ്ഞ വെലോസിറ്റി സ്ക്വയർ മൈനസ് എസ്കേപ്പ് വെലോസിറ്റിയുടെ സ്ക്വയർ, അതിൻ്റെ ടോട്ടൽ റൂട്ട് എടുക്കുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ഓക്കെ അല്ലേ? നൗ നെക്സ്റ്റ് വൺ, ഹൈറ്റ് മാക്സ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2g മൈനസ് യു സ്ക്വയർ ബൈ ആർ. എന്താണ് ഹൈറ്റ് മാക്സ്? ഞാനൊരു ഒബ്ജക്റ്റിനെ എസ്കേപ്പ് വെലോസിറ്റിയിൽ എറിയുകയാണെന്നുള്ളത് എസ്കേപ്പ് ചെയ്ത് പോകും. സോ വെൻ യു ആർ ത്രോയിങ് ആൻ ഒബ്ജക്റ്റ് വിത്ത് എ വെലോസിറ്റി വിച്ച് ഇസ് ലെസർ ദാൻ ദ എസ്കേപ്പ് വെലോസിറ്റി, അത് ഏത് ഹൈറ്റ് വരെ എത്തും എന്നറിയേണ്ട ഇക്വേഷനാണ് എച്ച് മാക്സ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g മൈനസ് യു സ്ക്വയർ ബൈ ആർ. ഓക്കെ, നൗ വി സ്ട്രൈക്കിംഗ്. എന്താണ് വി സ്ട്രൈക്കിംഗ്? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയാണ് റേഡിയസ് ഓഫ് ദ എർത്തിൻ്റെ 3 times ദ ഹൈറ്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വിട്ടു, അല്ലെങ്കിൽ 5 times ദ ഹൈറ്റ് ഓഫ് ദ റേഡിയസ് ഓഫ് ദ എർത്തിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വിട്ടു. വാട്ട് വിൽ ബി ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ ഒബ്ജക്റ്റ് വിൽ സ്ട്രൈക്ക് ദ സർഫസ് ഓഫ് ദ എർത്ത് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ the equation that you should use is v striking is equal to root of 2ng capital R divided by n plus 1, where n is the number of radius of the earth. ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ they will be saying that 3 times the radius of the earth എന്ന് ഒബ്ജക്റ്റ് താഴേക്ക് ഇട്ടു, അല്ലെങ്കിൽ 5 times the radius of the earth എന്ന് ഒബ്ജക്റ്റ് താഴേക്ക് ഇട്ടു, 10 times the radius of the earth എന്ന് ഒബ്ജക്റ്റ് താഴേക്ക് ഇട്ടു, then n will be 10, 5 and 3 in all these cases. Correct? Now last one, delta U, change in gravitational potential energy is equal to mgh divided by 1 plus h by r. സിമ്പിൾ അല്ലേ? എന്താണിത്? ഡെൽറ്റ യു, change in gravitational potential energy. When you raise it to a height h, you will be getting the change in gravitational potential energy or the work done as mg small h divided by 1 plus h by r. സിമ്പിൾ ആണ്, മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ്സ് എല്ലാം കവർ ചെയ്യുക. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതോടെ ഈ ചാപ്റ്റർ തറവും. ഓക്കെ അല്ലേ? ഓക്കെ, ബൈ.